നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തൻകുളം. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നതേ മലയാള മീഡിയത്തിൽ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി തകർക്കരുത് എന്നുള്ള വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാൻ. അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പല ആളുകളും മലയാളത്തിനെ സ്നേഹിക്കുന്നു, മലയാളം നമ്മുടെ ഭാഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികളുടെ മലയാള മീഡിയത്തിലേക്ക് കൊണ്ടു ചേർത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ ഇപ്പോഴും സ്റ്റിൽ ടുഡേ. ബട്ട് തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് ചോദിച്ചാലേ അറിയുള്ളൂ, മലയാള മീഡിയത്തിൽ പഠിച്ച് ഇന്നത്തെ ജോബൊക്കെ കിട്ടുമ്പോൾ അതിൽ ജോലി കിട്ടാതെയും ജോലി സെലക്ഷൻ ആവാതെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാതെ, ബിക്കോസ് കാലം പഴയതല്ല, കാലം പുതിയ കാലത്ത് ഗ്ലോബൽ വില്ലേജാണ്. അപ്പോൾ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ അകത്ത് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബിസിനസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. അത് കണ്ടിട്ടാണ് പണ്ട് US-ഉം ഒക്കെ ഇംഗ്ലീഷായത്. അത് കഴിഞ്ഞപ്പോൾ ചൈനയൊക്കെ ഇംഗ്ലീഷിലേക്ക് വരുന്നത്. എല്ലാവരുടെയും നമ്മുടെ അവിടെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നുണ്ട്, നോ ഡൗട്ട്. പക്ഷേ പൈസ നിറയെ കൊടുത്തിട്ട് സ്റ്റേറ്റ് സിലബസിൻ്റെ നല്ല സ്കൂളുകളിലും CBSE-യിലൊക്കെ പഠിക്കുന്ന സമ്പത്തുള്ളവരുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കും. അല്ലാത്ത ആളുകൾ സത്യത്തിൽ ആർക്കാണ് ഇംഗ്ലീഷ് കിട്ടേണ്ടത്? സാധാരണക്കാരുടെ പാവങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് ഇംഗ്ലീഷ് കിട്ടേണ്ടത്. റീസൺ ബിക്കോസ് ആ ആളുകളെല്ലാവരും ഈ സൊസൈറ്റിൻ്റെ അപ്പർ ലെവലിലേക്ക് വന്നാലാണ് ഇവിടെ നമുക്ക് നാളെ നമ്മുടെ രാജ്യം ഉദ്ദേശിക്കുന്ന പോലെ ഡെവലപ്ഡ് കൺട്രിക്ക് ആവാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ കുറേ ആളുകൾ സാധാരണക്കാരെ ഒന്നും പറ്റാത്ത ആളുകളായി കുറേ ആളുകൾ റിച്ചായിട്ട് ഒരു കാര്യമുണ്ടോ? റിച്ചായവർക്ക് ഇംഗ്ലീഷ് കിട്ടുന്നുണ്ട്. റിച്ച് ആവണമെങ്കിൽ ഇംഗ്ലീഷും കൂടി വേണം താനും. 100% അല്ല ഞാൻ പറയുന്നത്. ഇത് ചോദിക്കുമ്പോൾ ഇതൊരു നയമാണ്. ദയവായിട്ട് ആരും വാശിക്കും വൈരാഗ്യത്തിനും അല്ല ഇത് പറയുന്നത്. ഈ കാര്യം പറയുമ്പോൾ അയ്യോ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് സാധാരണ സ്കൂളിൽ പഠിച്ചല്ലേ, അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയില്ലേ, അല്ലെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹം സാറ് ഇങ്ങനെയല്ലേ സാധാ സ്കൂളിലല്ലേ പഠിച്ച് ചായക്കാരനല്ലേ എന്നൊക്കെ അതൊക്കെ എക്സെപ്ഷണൽ കേസാണ്. അങ്ങനെയുള്ള ആളുകൾ സ്കൂളല്ല, ലാംഗ്വേജ് അല്ല, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവരവരുടെ വഴി കൂടെ നേരാവും. ബിക്കോസ് ദേ നോ വെരി വെൽ ഹൗ ടു ഡു എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയും. പക്ഷേ നമ്മുടെ സാധാരണ 80% ആൾക്കാർ സാധാരണക്കാരാണ്. അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അവരൊന്നും അതുപോലെ വലിയ ക്രിയേറ്റേഴ്സ് ആയിരിക്കില്ല. ഈ ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയല്ലേ ലോകത്തിൻ്റെ സൃഷ്ടി, അതല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള ആളുകളെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പ്രശ്നം എന്നാണ് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കുറേ ആളുകളുണ്ട് മലയാളം നമ്മുടെ നാട്ടിലെ ഭാഷയല്ലേ, നമ്മുടെ മാതൃഭാഷയല്ലേ, അതിനെ സ്നേഹിക്കണം, അതുകൊണ്ട് മലയാളം ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും പറയുന്ന ആളുകൾ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ കുട്ടികൾ മലയാളം പ്രൊഫസർ ആവാനോ അല്ലെങ്കിൽ മലയാളം കവിത എഴുതാനോ മലയാളത്തിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പർപ്പസ് കാണാത്ത ഒരു കുട്ടിനെയും മലയാളം മീഡിയം സ്കൂളിൽ ദയവ് ചെയ്ത് വിട്ടിട്ട് അവൻ്റെ ജീവിതം താറുമാറാക്കരുത്. എനിക്ക് റിക്വസ്റ്റ് പറയാനുള്ളതാണ്, വളരെ ക്ലിയർ റിക്വസ്റ്റ് ആണ്. അപ്പോൾ അത് അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇതപ്പോൾ ഇനി അഡ്മിഷൻ വരാൻ പോകണം, പുതിയ അഡ്മിഷൻ ഓരോ കൊല്ലം കഴിഞ്ഞ അഡ്മിഷൻ വരും. മലയാളം മീഡിയത്തിൽ ചേർക്കാൻ വേണ്ടി ആരെങ്കിലും സാധാരണക്കാർ അത്ര അറിവില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രസംഗിക്കുകയോ ഇതൊക്കെ കേട്ട് നന്നായിട്ട് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ മാത്രം CBSE സ്കൂളിലേക്കും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അയച്ചിട്ട് രക്ഷപ്പെടുകയോ ചെയ്താൽ ഈ രാജ്യം മുഴുവനായിട്ട് രക്ഷപ്പെടില്ല. ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ഓരോ ആളുകളെ റേഞ്ചിലേക്ക് എത്തണം. നമുക്ക് എല്ലാവർക്കും കാശ് കൊടുത്ത് സഹായിക്കാൻ നമുക്ക് കഴിയില്ല, എത്തുമോ? അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് പൈസ, അതായത് വെള്ളം കോരി കൊടുത്തിട്ട് ആളുകൾക്ക് കോരി കൊടുത്തിട്ട് ഞാൻ വലിയ ചാരിറ്റി ചെയ്യണമെന്ന് അഭിനയിക്കുന്ന, യെസ് അതായിക്കോട്ടെ, നല്ലതാണ്, അത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചാരിറ്റി കൊടുക്കുന്നതല്ല, വെള്ളമുള്ള സ്ഥലം കണ്ടെത്തി അവിടെ കിണർ കുഴിക്കാൻ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാരിറ്റി കൊടുക്കേണ്ട പോലും വരില്ല. ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾ അതിൻ്റെ അർത്ഥം ചാരിറ്റി കൊടുക്കണം മോശമൊന്നുമല്ല കേട്ടോ, വളരെ നല്ല കാര്യമാണ്, കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷെ അതിൻ്റെ കുറച്ചും കൂടി അപ്പുറത്തേക്ക് കടന്നിട്ട് ഇതുപോലെ ഓരോ കുടുംബത്തിനും 2-3 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ഈ ഫണ്ടമെൻ്റൽ രക്ഷപ്പെടുത്തി വിട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പിന്നെ ആർക്കും വല്ലതും ഹെൽപ്പ് ചെയ്യേണ്ടി വരുമോ? അവർ നേരാവില്ലേ? അവർക്ക് ഒറ്റയ്ക്ക് എൻപവർ ചെയ്യല്ലേ നമ്മൾ വേണ്ടത്, അല്ലേ? ഹെൽപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല, ഹെൽപ്പ് ചെയ്യണം, ആയിക്കോട്ടെ. ഒപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് നമ്മുടെ ഓരോ ആളുകളും, ഈ വീഡിയോ കേൾക്കുന്ന ഓരോ ആളുകളും അവൻ്റെ സറൗണ്ടിങ്ങിൽ അറിഞ്ഞുകൊണ്ട് പർപ്പസ് സ്ട്രോങ് അല്ലാത്ത മലയാളം ടീച്ചറാണോ എനിക്ക്, മലയാളം കവിത എഴുതുന്നത് എനിക്ക് അതിൽ ഇഷ്ടമാണ് പറയുന്നൊരു കുട്ടിനെയോ അല്ലാതെ മലയാളം മീഡിയത്തിലേക്ക് അയച്ചിട്ട് ആ കുട്ടിനെ ജീവിതം തകർക്കരുത്. ഇതാണ് എനിക്ക് റിക്വസ്റ്റ് പറയാനുള്ളത്. തകർക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അതിന് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കുക. മലയാളം മീഡിയം പഠിച്ചപ്പോൾ ജോലിയെ കിട്ടിയിട്ടുള്ള കുറേ ആളുകളുടെ അടുത്ത് നോക്കുക. അതായത് MNC-യിലും പുറത്തൊക്കെ അഭിമാനാർഹമായിട്ട് കുടുംബം രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയണ്ടല്ലോ, ആ കുടുംബത്തിൽ പണിയെടുത്ത മലയാളം മീഡിയം പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ പിന്നെ അവർ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് ഇൻ്റർവ്യൂവിനോ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുമ്പോൾ എന്തിൻ്റെ പേരിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ പേരിലായിരിക്കും, ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ്റെ ബാരിയറിലായിരിക്കും. ഇത് മനസ്സിലാക്കണം. അല്ലാണ്ട് ഞാൻ പറയുന്നത് മാത്രം ഇത് കേൾക്കാനല്ല. ഇത് കേട്ട് ഇതിൽ തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാൻ തീർച്ചയായിട്ടും. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകൾ ഇനി മുതൽ, അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കും, മലയാളം മീഡിയത്തിൽ പോകും അല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകും പൈസ അറിയാണ്ടേ? ദയവായിട്ട് പൈസ വേണ്ടപ്പാ. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ ജോയിൻ ചെയ്യിക്കാൻ നമ്മുടെ സാധാരണ എന്താ പറയുക, ഇംഗ്ലീഷ് മീഡിയത്തിൽ സർക്കാർ ചെയ്യുന്ന 10ാം ക്ലാസ് വരെയുള്ള ഫ്രീ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് മീഡിയങ്ങളുണ്ട്. അതിൽ ജോയിൻ ചെയ്യിക്കണം. അതിൽ കുട്ടികളുടെ അവിടെ ഇല്ലെങ്കിൽ അവിടെ
മറ്റേ ആ മാനേജ്മെന്റിൽ പറഞ്ഞിട്ട് അതിന് ഇംഗ്ലീഷിലേക്കായി കൺവേർട്ട് ചെയ്യിച്ചിട്ട് അതിന് അവിടെ അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് അവിടെ പ്രശ്നം ഉണ്ടാക്കി അതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം. അല്ലാതെ ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൽ സീറ്റ് ഇല്ല, കുട്ടീനെ മലയാളം മീഡിയത്തിൽ കൊണ്ട് കയറ്റരുത്. ആ കുട്ടി ബുദ്ധിമുട്ടും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ഇംഗ്ലീഷിലുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇല്ല CBSE സ്കൂൾസ് എന്താ കുഴപ്പം? ഇനി നിങ്ങൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അവിടെ കുറച്ച് ആൾക്കാർ കൂടി CBSE സ്കൂൾ തുടങ്ങിക്കൂടെ? ടീച്ചർമാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പഠിച്ച ആളുകളുണ്ട്, കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെന്താ തുടങ്ങാൻ? CBSE എന്ത് കാര്യങ്ങൾ വേണ്ടി നമുക്ക് ചെയ്യാം. യെസ്, ഇപ്പൊ ചെയ്യുന്ന മെത്തേഡിൽ അത്ര ഫീസൊന്നും കൊടുത്ത് അതല്ലാത്ത സംവിധാനങ്ങൾ നമുക്ക് ഓരോ പഞ്ചായത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കാര്യം ഉറപ്പിക്കുക, രാജ്യം പോണത് വല്ലാത്തൊരു പോക്കാണ്, വല്ലാത്തൊരു ഉയർച്ച. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഓരോ ആളുകളും സാധാരണക്കാരും ആ ഉയർച്ചയുടെ പാർട്ടാവാൻ പറ്റിക്കഴിഞ്ഞാൽ ഓരോ വീട്ടിലും പ്രോസ്പെരിറ്റി വരും. പിന്നെ ആരും നമ്മൾ സഹായിക്കേണ്ടയോ അങ്ങനെ ഒന്നും കൊടുക്കേണ്ട വരില്ല. ബിക്കോസ് എല്ലാവരും എൻറിച്ച്ഡ് ആവും. അതല്ലേ ഒരു ഡെവലപ്ഡ് കൺട്രി പറയുമ്പോൾ അതിലേക്കല്ലേ നമുക്ക് പോകേണ്ടത്. എംപവേർഡ് ആവും, അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർ പ്രാപ്തരാവും. അപ്പോൾ അതിലേക്ക് ആണ് നമ്മൾ എത്തിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് ഈ ഒരു ടാസ്ക് മനസ്സിലാക്കുക. പിന്നെ കുറേ ആൾക്കാരുണ്ട്, ഒരു 5ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇനി മലയാളത്തിൽ ആക്കണം, വീട്ടാക്കുക. യെസ്, ആ കുട്ടി വീക്കായിട്ട് ആ കുട്ടിയുടെ ഇഷ്ടത്തിന് മാറുന്ന ഒരു സമയം വരുമ്പോൾ മാറിക്കോട്ടെ വേണമെങ്കിൽ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു. ബിക്കോസ് അവരുടെ ടേസ്റ്റിന് സ്ട്രെസ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. സ്ട്രെസ് ചെയ്യണമെന്നല്ല ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം. ചിലർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അവരുടെ ചിറകുകൾ കെട്ടി വെക്കരുത്, ഓടിക്കരുത്, കാല് കെട്ടരുത്. ഇതാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കുട്ടിക്ക് അറിയാനാവുമ്പോൾ 8ാം ക്ലാസ് കഴിയും, 10ാം ക്ലാസ് കഴിയും. അന്ന് ആ കുട്ടിക്ക് റിവേഴ്സ് ചിന്തിക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ ഒരു PSC എക്സാമിന് ബാക്കിയുള്ള പോകുമ്പോൾ പിന്നെ അമ്മനെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് ആ കുട്ടി ഒന്നും പറയില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കാൻ ₹1 ചിലവ് ഒരാൾക്കും കൂടില്ല. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ മാത്രം മതി. അപ്പം നിങ്ങളെന്ത് കേട്ടവരെടുക്കുക, ഒപ്പം സറൗണ്ടിങ്ങിലുള്ള മുഴുവൻ ആളുകളെ എടുപ്പിക്കുക. ഒപ്പം അതേപോലെ തന്നെ വല്ല സ്കൂൾസ് പോലെയൊക്കെ തുടങ്ങാൻ അറിയില്ല, ചെറിയ ഒരു കാര്യം ഉറപ്പാണ്. ₹5000 ₹10,000 താഴെ കുട്ടികൾക്ക് ഫീസ് വെച്ചാൽ ഒരു കൊല്ലത്തിൽ ₹10,000-15,000 ഫീസ് കൊടുത്താൽ ഇനി ഗവൺമെൻറ് സ്കൂളിലല്ലാതെ തന്നെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റിയ സ്കൂളുകൾ തുടങ്ങിയിട്ട് അതിനുള്ള മെത്തേഡുകളും ഒക്കെ നമുക്കുണ്ട്. അതായത് ഓരോ പഞ്ചായത്തുകളിലും ഓരോ സ്കൂൾസൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് സുഖമായിട്ട് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പോൾ അതെന്താണെങ്കിലും അതിലേക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുക, പഠിപ്പിക്കുക, കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാത്രം വിടുക. സ്പെഷ്യൽ പർപ്പസ് ഇല്ലാത്തവർ മുഴുവൻ. റീസൺ വേ ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബൽ ബിസിനസ് ലാംഗ്വേജ്, റൈറ്റ്? അല്ലാതെ മലയാളത്തിന് ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും മലയാളത്തിനെ പുച്ഛിച്ചു അല്ലെങ്കിൽ മലയാളം മോശമാണ് അങ്ങനെയൊന്നും അല്ലേ. മലയാളവും വളരെ നല്ല ഭാഷയാണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ രക്ഷപ്പെടാൻ ലൈഫ് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് നിങ്ങൾ ഡോക്ടർ ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, എന്ത് പണിയാണെങ്കിലും ഗ്ലോബലി നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് വേണം. ഇതൊരു വസ്തുതയാണ്. ഇത് ഉൾക്കൊള്ളാതെ വെറുതെ നമ്മൾ കണ്ണി എമ്പിയിട്ട് ഇരുട്ടാവണം എന്ന് വിചാരിച്ചാൽ നമ്മൾ കണ്ണി എമ്പിയാൽ നമുക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് ആർക്കും ഇരുട്ടാവില്ല. ഇത് വസ്തുതാപരമായിട്ട് എല്ലാവരും പറഞ്ഞു ബോധിപ്പിക്കുക. ബി ഓൺ ദ റിയലിസ്റ്റിക് ആവുക, ഫണ്ടമെന്റലി ഗ്രൗണ്ടഡ് ആവുക, ഫണ്ടമെന്റലി ഗ്രോ ചെയ്യുക. അല്ലാതെ നമ്മൾ വേറെ വല്ല എന്താ പറയുക ഇമോഷണലി ഞങ്ങളുടെ മലയാള ഭാഷയാണ്, അത് പഠിക്കണം, ഞങ്ങളത് പഠിച്ചിട്ട് ഇത് ലോകം മുഴുവൻ എത്തിക്കും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമ്പോസിബിളാണ്. അതിൻ്റെ കാര്യമില്ല. എന്ത് കാര്യമുണ്ട് നമുക്ക് ഏത് ഭാഷ വേണമെങ്കിൽ ലോകത്ത് മുഴുവൻ എന്താ പറയുക നമുക്ക് ChatGPT കൂടെ എല്ലാവർക്കും കിട്ടുന്നത് മനസ്സിലാവുന്ന കാലഘട്ടം. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ ട്രൈ ചെയ്യേണ്ട കാര്യം. പിന്നെ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിനി അടുത്ത എല്ലാ കാര്യങ്ങളും AI കൂടെ നടക്കുക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അകത്ത് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ മലയാളത്തിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാം. പക്ഷേ മലയാള ഭാഷ ഉപയോഗിക്കുന്ന ആകെ 3.5 കോടി ജനമുള്ളൂ, അല്ലെങ്കിൽ 3.4 കോടി. ഇവിടെ 700 കോടി ജനത്തിന് വേണ്ടിയിട്ടാണ് ഓരോ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതാണ് സക്സസിൻ്റെ പ്രോബബിലിറ്റി കൂടുതലുണ്ടാവുക, അല്ലെങ്കിൽ അക്യൂറസിൻ്റെ പ്രോബബിലിറ്റി കൂടുതലുണ്ടാവുക, കറക്റ്റ്നെസ്സിൻ്റെ പ്രോബബിലിറ്റി കൂടുതലുണ്ടാവുക, ഇംഗ്ലീഷിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ലാംഗ്വേജിക്ക് നമ്മൾ എളുപ്പം മാറുകയല്ലേ ശരി. വസ്തുതകൾ ഉൾക്കൊള്ളുക, വസ്തുതകളിൽ കൂടെ മൂവ് ചെയ്യുക പ്ലീസ്, അതല്ലേ ശരി. അപ്പോൾ അണ്ണാരെ കണ്ട് തന്നാലമായിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയുന്ന ആൾക്കാരെ ഈ വർഷം മുതലുള്ള അഡ്മിഷൻസിന് ഇത് ഉപയോഗിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് നന്നാവുണ്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റാവുന്ന ആളുകൾക്ക് മുഴുവൻ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടിയിൽ കമൻറ്റ് തീർച്ചയായിട്ടും, ബിക്കോസ് നിങ്ങൾ എഴുതുന്ന കമൻറ്റിനനുസരിച്ചാണ് ഈ വീഡിയോ അടുത്ത ആൾക്കാർക്ക് ഷെയർ ആവുന്നത്. ബിക്കോസ് കമൻറ്റുകൾ കൂടുമ്പോൾ ഷെയറിങ് കൂടും വീഡിയോസ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ എന്തോ ആയിക്കോട്ടെ, അത് വളരെ ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവുമായ ഭാഷയിൽ അടിയിൽ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് മനസ്സിലാക്കി ഞങ്ങൾ ടീമിനും അത് പഠിച്ചിട്ട് വരുത്തേണ്ട വ്യത്യാസങ്ങൾ വരുത്തി അതിനെ മനസ്സിലായി അങ്ങനെ ആ ഡെവലപ്മെൻറ്റ് നമുക്ക് വരുത്താൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും alibaba.com ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോളിയം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ 5% മുതൽ 50% വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്.
ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയും സൂപ്പർ എഫിഷ്യൻ്റ് ആയും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ഐതർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹീറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടാണ്, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ സിറ്റി ആപ്പിൽ 10% കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും. അത് ഒത്തിരി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത്. ഡിസൈൻ നന്നായിരുന്നു, വർക്കും കുഴപ്പമില്ലായിരുന്നു. പ്രോപ്പറായിട്ട് തന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ, കാസർഗോഡ് വന്നത് തന്നെ. അതുപോലെ ആദ്യം വീട് കയറ്റുമ്പോൾ നല്ല ടെൻഷൻ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം പോകണം. പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അധികം വന്ന് നോക്കാറില്ല. ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൽ നിന്ന് ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന് ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.